നമസ്കാരം. ഡോക്ടർ മുഹമ്മദ് അർഷാദ്, അതായത് പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം മേധാവി, കണ്ണൂർ ഡെന്റൽ കോളേജ് അഞ്ചരക്കണ്ടി. പിന്നെ ഡോക്ടർ വിവേക് ജി, കോഴിക്കോടുള്ള ഡെന്റിസ്റ്റ് ആൻഡ് യു ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നുള്ള ആളാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു പഠന സഹായി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി ഞങ്ങൾ വികസിപ്പിച്ച ഓഡിയോ ചർച്ചകളുടെ ഒരു പരമ്പരയാണിത്. അതെ. കേരളത്തിലുടനീളമുള്ള നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, അങ്കണവാടി ജീവനക്കാർ, സ്കൂൾ ടീച്ചേഴ്സ്, പിന്നെ ആരോഗ്യ വോളണ്ടിയർമാർ, ഇവർക്കെല്ലാം കുട്ടികളുടെ ദന്താരോഗ്യ സംരക്ഷണത്തിൽ ഒരു പരിശീലനം നൽകാൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ പല്ലിന്റെ കാര്യം പറയുമ്പോൾ മിക്കവാറും എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഒരു വാക്കിനെക്കുറിച്ചാണ്. പോട്. അതെ, പല്ലിലെ പോട് അല്ലെങ്കിൽ ടൂത്ത് കാവിറ്റി. അല്ലേ? പല അച്ഛനമ്മമാരെയും ഇത് വല്ലാതെ പേടിപ്പിക്കാറുണ്ട്. ശരിയാണ്. അതിന് കാരണമുണ്ട് താനും. കാരണം ഇത് കുട്ടികളിലത്ര സാധാരണവുമാണ്. പക്ഷേ ഒരു നല്ല കാര്യം എന്താന്ന് വെച്ചാല് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാല് ഇത് ഈസി ആയിട്ട് തടയാൻ പറ്റും. തീർച്ചയായും. ഈ വിവരങ്ങളെല്ലാം നമ്മൾ ഈ പറയുന്ന കൈപ്പുസ്തകത്തിലെ ഒരു അധ്യായത്തിൽ നിന്നുള്ളതാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ആരോഗ്യ പ്രവർത്തകരാകാം, ടീച്ചർമാരാകാം, അങ്കണവാടി വർക്കർമാർ, അല്ലെങ്കിൽ സാധാരണ രക്ഷിതാക്കൾ തന്നെയാവാം. കുട്ടികളുടെ പല്ലിന്റെ ആരോഗ്യത്തെക്കുറിച്ച് കുറച്ചും കൂടെ ആധികാരികമായിട്ട് ശരിയായി മനസ്സിലാക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചർച്ച തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ്. അപ്പോ എന്താണ് ഈ പല്ലിലെ പോട്? അതെങ്ങനെയാ ഉണ്ടാകുന്നത്? കുട്ടികളിൽ ഇത് എത്രത്തോളം പ്രശ്നക്കാരനാണ്? പിന്നെ ഏറ്റവും പ്രധാനം, എങ്ങനെ ഇത് വരാതെ നോക്കാം? ഇതൊക്കെ നമുക്ക് കുറച്ച് വിശദമായിട്ട് തന്നെ നോക്കാം, അല്ലേ? അതെ, നോക്കാം. അപ്പൊ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ഈ പല്ലിലെ പോട് എന്ന് പറഞ്ഞാല്? കേൾക്കുമ്പോൾ വലിയ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ അത്ര സിമ്പിൾ അല്ല കാര്യം, അല്ലേ? അല്ല, തീർച്ചയായും അല്ല. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ പല്ലിന്റെ പുറംഭാഗമില്ലേ, ആ പ്രതലത്തില് അണുക്കൾ, അതായത് ബാക്ടീരിയ, ഓക്കെ, അത് കേടുപാടുകൾ ഉണ്ടാക്കും. അങ്ങനെ അവിടെ ഒരു ദ്വാരം വീഴുന്നതാണ് പോട്. അതിനെ നമ്മൾ ഡെന്റൽ കാരീസ് എന്നും പറയും. ഡെന്റൽ കാരീസ്. അതെ. ഇത് തുടക്കത്തിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പോലും പറ്റില്ല, അത്ര ചെറുതായിരിക്കും. പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിലോ അത് പതുക്കെ പതുക്കെ വലുതായിക്കൊണ്ടിരിക്കും. ശരി. ഒരു പോടുണ്ടാകാൻ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ഒരേ സമയം ഒരേ സ്ഥലത്ത് ഒരുമിച്ച് വരണം. 3 കാര്യങ്ങൾ എന്തൊക്കെയാണത്? 1, തീർച്ചയായും പല്ല് വേണം. പല്ലിന്റെ പ്രതലം, ടൂത്ത് സർഫേസ്. ഓക്കെ. 2, മധുരമുള്ള ഭക്ഷണം, അല്ലെങ്കിൽ പല്ലിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് ഭക്ഷണം, കൂടുതലും അന്നജം ഉള്ളവ. കാരബ്സ്. ഈ ബിസ്ക്കറ്റ്, ചിപ്സ് പോലെയുള്ളവ. അതെ അതെ, അങ്ങനെയുള്ളവ. 3ാമതായിട്ട് പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അണുക്കളുടെ ഒരു പാടയുണ്ട്. അതിനെ ഡെന്റൽ പ്ലാക്ക് എന്ന് പറയും. ഡെന്റൽ പ്ലാക്ക്. ഓക്കെ. ഈ 3 ഒരുമിച്ച് വരുമ്പോഴാണ് പല്ല് കേടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ശരി. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, പല്ല്, മധുരം, പിന്നെ ഈ പറഞ്ഞ അണുക്കളുടെ പാട, ഇത് 3ഉം കൂടി എങ്ങനെയാണ് ഒരു പോടായി മാറുന്നത്? അതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്? പറയാം. നമ്മുടെ എല്ലാവരുടെയും വായില് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബാക്ടീരിയകളുണ്ട്. അത് സ്വാഭാവികമാണ്. ശരിയാണ്. അതിൽ നമുക്ക് ഗുണം ചെയ്യുന്നവയുമുണ്ട്, അല്ലാത്തവയുമുണ്ട്. അപ്പോൾ ഒരു കുട്ടി മധുരമുള്ള എന്തെങ്കിലും കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല്ലിലൊട്ടിപ്പിടിക്കുന്ന ചിപ്സോ ബിസ്ക്കറ്റോ ഒക്കെ കഴിക്കുമ്പോൾ വായിൽ ചില പ്രത്യേക ടൈപ്പ് ബാക്ടീരിയകൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ആ, അവ ഈ ഭക്ഷണത്തിലെ പഞ്ചസാരയെടുത്ത് അതിനെ ഊർജമാക്കും. ഓക്കെ. ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ബാക്ടീരിയകള് ഈ പഞ്ചസാരയെ വിഘടിപ്പിക്കും. എന്നിട്ട് ആസിഡ് ഉണ്ടാക്കും. ആസിഡോ? അതെ, ആസിഡ്. ഈ ആസിഡും പിന്നെ ബാക്ടീരിയകളും ഭക്ഷണത്തിന്റെ ചെറിയ കഷ്ണങ്ങളും നമ്മുടെ ഉമിനീരിലെ ചില ഘടകങ്ങളും എല്ലാം കൂടെ ചേർന്ന് പല്ലിന്റെ മുകളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു മഞ്ഞ നിറത്തിലുള്ള പാടയായിട്ട് മാറും. ആ, അതാണോ ഈ പ്ലാക്ക്? അതെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെന്റൽ പ്ലാക്ക്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ലിന്റെ മുകളിൽ ഒരു കോട്ടിംഗ് പോലെ തോന്നാറില്ലേ? അതാണ് സംഭവം. ശരി ശരി. ഈ പ്ലാക്കിൽ എന്തുണ്ട്? ആസിഡുണ്ട്. ഈ ആസിഡ് പല്ലിന്റെ ഏറ്റവും പുറമെയുള്ള ഭയങ്കര കട്ടിയുള്ള ഒരു ഷീൽഡ് പോലെയുള്ള ഭാഗമില്ലേ, ഇനാമൽ, ഇനാമൽ, അതിനെ ആക്രമിക്കാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഹാർഡായിട്ടുള്ള സാധനമാണ് ഇനാമൽ. പക്ഷെ ഈ ആസിഡ് ഇങ്ങനെ സ്ഥിരമായിട്ട് അവിടെ ഇരുന്നാൽ അതിനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഓഹോ. കുറേ നാൾ ഈ ആക്രമണം തുടരുമ്പോൾ ആസിഡ് ഇനാമലിലുള്ള മിനറൽസിനെയൊക്കെ അലിയിച്ചു കളയും. ഇതിനെ ഡീമിനറലൈസേഷൻ എന്ന് പറയും. ഡീമിനറലൈസേഷൻ. അതെ. ഇത് കാരണം ഇനാമലിന്റെ ആ ഭാഗം കുറച്ച് സോഫ്റ്റ് ആവും, ദുർബലമാവും. അവിടെ പതിയെ ഒരു ചെറിയ ദ്വാരം, അതാണ് പോട്, കാവിറ്റി, അത് രൂപപ്പെടാൻ തുടങ്ങും.
ഓക്കെ. ഈ പോഡ് ഇനാമലും കടന്ന് പല്ലിന്റെ അടുത്ത ലെയർ ഡെന്റിൻ എന്ന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ചെറിയൊരു പുളിപ്പൊക്കെ തോന്നി തുടങ്ങുന്നത്. ഡെന്റിൻ ഇനാമലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി സോഫ്റ്റാണ്. ശരി. അതും ശ്രദ്ധിക്കാതെ വിട്ടാലോ, ഈ പോഡ് വീണ്ടും ആഴത്തിലേക്ക് പോയി പല്ലിന്റെ ഏറ്റവും ഉള്ളിലുള്ള നമ്മുടെ ഞരമ്പുകളും രക്തക്കുഴലുകളുമൊക്കെയുള്ള ഒരു സോഫ്റ്റ് ഭാഗമുണ്ട്, പൾപ്പ് എന്ന് പറയും. പൾപ്പ്. അവിടെ എത്തും. അപ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വരുന്നത്. പ്രത്യേകിച്ച് തണുപ്പുള്ളതോ ചൂടുള്ളതോ അല്ലെങ്കിൽ നല്ല മധുരമുള്ളതോ ഒക്കെ കഴിക്കുമ്പോൾ ഭയങ്കര വേദന വരില്ലേ? വരും. അത് മിക്കവാറും പോഡ് ഈ പൾപ്പ് വരെ എത്തി എന്നതിന്റെ ഒരു സൂചനയാണ്. അപ്പൊ ശരിക്കും ഒരു ഇരുമ്പില് തുരുമ്പെടുക്കുന്ന പോലെയാണെന്ന് പറയാമല്ലേ? ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിങ്ങനെ കാർന്ന് കാർന്ന് പോവും. അതെ അതെ, വളരെ നല്ലൊരു താരതമ്യമാണത്. ഒരു പോഡ് എന്ന് പറയുന്നത് ലോഹത്തിലെ തുരുമ്പ് പോലെയാണ്. അത് തുടങ്ങിയാൽ പിന്നെ കണ്ടുപിടിച്ച് വൃത്തിയാക്കി അതിനെ തടഞ്ഞില്ലെങ്കിൽ അത് പടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് തുടക്കത്തിലേ ചികിത്സിക്കണം എന്ന് പറയുന്നത്. കുട്ടികളിലെ പോടുകൾ, പ്രത്യേകിച്ച് പാൽപ്പല്ലിലെ പോടുകൾ, പല രക്ഷിതാക്കളും വിചാരിക്കുന്നൊരു കാര്യമുണ്ട്. ചിലപ്പോൾ നമ്മളൊക്കെ പണ്ട് വിചാരിച്ചിട്ടുണ്ടാവും, ഈ പാൽപ്പല്ല് കുറച്ചുനാൾ കഴിയുമ്പോൾ പോവാനുള്ളതല്ലേ, അതെ, പിന്നെ അതിലൊരു പോട് വന്നാൽ എന്താ അത്ര വലിയ കാര്യം, വെറുതെ ഡോക്ടറെ കാണിക്കാൻ പോണോ, അതിൽ വല്ല അപകടവും ഉണ്ടോ? അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ അപകടം പിടിച്ചൊരു ചിന്തയാണത്. പാൽപ്പല്ലിലെ പോട് നമ്മൾ വിചാരിക്കുന്നതിലും വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അത് പിന്നീട് വരാനിരിക്കുന്ന സ്ഥിരം പല്ലിലെ പെർമനന്റ് ടീത്ത്, അതിന്റെ ആരോഗ്യത്തെയും അത് വരുന്ന പൊസിഷനെയുമൊക്കെ കാര്യമായിട്ട് ബാധിക്കും. അതെങ്ങനെ? ഞാനൊരു ഉദാഹരണം പറയാം. ഒരു പാൽപ്പല്ലിൽ വലിയൊരു പോട് വന്നു, എന്നിട്ട് അതിൽ ഇൻഫെക്ഷൻ ആയി എന്ന് വയ്ക്കുക. നല്ല വേദനയായി. അപ്പോൾ എന്തു ചെയ്യും? ചിലപ്പോൾ ആ പല്ല് അത് തനിയെ കൊഴിഞ്ഞു പോകേണ്ട സമയത്തിന് ഒരുപാട് മുൻപ് തന്നെ പറിച്ചു കളയേണ്ടി വരും. ശരി. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? ആ പല്ല് നിന്നിരുന്ന സ്ഥലത്ത് ഒരു ഗ്യാപ്പ് വരുമല്ലോ. വരും. ആ ഗ്യാപ്പിലേക്ക് സൈഡിലുള്ള പല്ലുകൾ പതിയെ നീങ്ങിവരും. കുറച്ചു കഴിയുമ്പോൾ ആ ഗ്യാപ്പ് അടഞ്ഞുപോകും. ഓഹോ. പിന്നീട് ആ പോയ പല്ലിന്റെ സ്ഥാനത്ത് വരേണ്ട സ്ഥിരം പല്ലിന് നേരെ ചൊവ്വെ മുളച്ചു വരാൻ അവിടെ സ്ഥലമുണ്ടാകില്ല. ഓക്കെ. അപ്പൊ ആ പല്ലെന്ത് ചെയ്യും? ഒന്നുകിൽ ഉള്ളിലേക്ക് വളയും, അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളിവരും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പല്ലിന്റെ ഇടയിലൂടെ വരും. പല്ലുകൾ നിറതെറ്റി വളരാൻ ക്രൗഡഡ് ഓർ ക്രുക്കഡ് ടീത്ത് ഇതൊരു പ്രധാന കാരണമാണ്. പിന്നെ മുഖത്തിന്റെ ഒരു ഭംഗിയെ അത് ബാധിക്കും. ശരിയാണ്. ഭാവിയിൽ ചിലപ്പോൾ പല്ല് കമ്പിയിടേണ്ട അവസ്ഥ വരെ വരാം. ഓ, അപ്പൊ അങ്ങനെയൊരു പ്രശ്നമുണ്ട്. അതുമാത്രമല്ല, പല്ലിലെ പോടിൽ നിന്നുള്ള അണുബാധയില്ലേ, അത് ചിലപ്പോൾ ആ പല്ലിൽ മാത്രം നിൽക്കില്ല, മോണയിലേക്കും എല്ലിലേക്കുമൊക്കെ പടരാം. ചില കുട്ടികളിൽ ഈ ഇൻഫെക്ഷൻ രക്തത്തിൽ കലർന്നിട്ട് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വരെ എത്താം. പനി വരാം, മുഖം നീരുവെച്ച് വീർക്കാം, കഴുത്തിൽ കഴള വീങ്ങാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പ്രതിരോധശേഷി കുറവാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഗൗരവമുള്ള കാര്യമാവാം. അപ്പോൾ നമ്മുടെ ഈ പഠനസഹായിയിൽ അടിവരയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അത് വളരെ പ്രധാനമാണ്. തുടർച്ചയായി പല്ലുവേദനയുണ്ടെന്ന് പറയുകയോ അല്ലെങ്കിൽ വായുടെ അടുത്തോ മുഖത്തോ നീരുള്ള ഒരു കുട്ടിയെ കണ്ടാൽ ഒട്ടും വൈകരുത്. ഉടനെ ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കണം. അതെ, ഓരോ ദിവസം വൈകുന്തോറും ചികിത്സ ചിലപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. ചിലപ്പോൾ ആ പല്ല് രക്ഷിക്കാൻ പറ്റാതെ വരും. ഇവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ഈ കൈപ്പുസ്തകത്തിൽ ബേബി ബോട്ടിൽ ടൂത്ത് ഡീകേ, BBTD എന്ന് പറയുന്നൊരു പ്രത്യേകതരം പോടിനെക്കുറിച്ച് പറയുന്നുണ്ട്. BBTD. അത് ഈ കുപ്പിപ്പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ. എന്താണ് അതിന്റെ ഒരു പ്രത്യേകത? സാധാരണ പോടിൽ നിന്ന് അതിനെന്താ വ്യത്യാസം? അതെ, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതിനെ നഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്നും പറയും. പേര് പറയുന്ന പോലെ തന്നെ ഫീഡിംഗ് ബോട്ടിലില്ലേ, കുപ്പി, അതിൽ പാലോ അല്ലെങ്കിൽ മധുരം ചേർത്ത ജ്യൂസോ ചിലര് തേൻ കലക്കിയ വെള്ളമൊക്കെ കൊടുക്കും. ഇത് സ്ഥിരമായിട്ട് കുടിക്കുന്ന വളരെ ചെറിയ കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ നടക്കാൻ തുടങ്ങിയ കുട്ടികള്, ടോഡ്ലേഴ്സ്, അവരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇതിലെ ഏറ്റവും അപകടം പിടിച്ചൊരു ശീലം എന്താണെന്നറിയോ? എന്താണ്? രാത്രി കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി പാലിന്റെ കുപ്പി വായിൽ വെച്ച് കൊടുത്ത് ഉറക്കുന്നത്. ഓഹോ, അത് പലരും ചെയ്യാറുണ്ടല്ലോ. അതെ, പക്ഷെ അതാണ് ഏറ്റവും വലിയ വില്ലൻ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞിന്റെ പല്ലുകൾ, പ്രത്യേകിച്ച് മുൻവശത്തെ പല്ലുകൾ, മണിക്കൂറുകളോളം ഈ മധുരമുള്ള പാലിൽ മുങ്ങിക്കിടക്കുകയാണ്. ശരിയാണ്. ചിലരെ കുട്ടികൾ കരയുമ്പോൾ സമാധാനിപ്പിക്കാൻ ഈ പാസിഫയർ അഥവാ നിപ്പിളില്ലേ, അത് തേനിലോ പഞ്ചസാര ലായനിയിലോ ഒക്കെ മുക്കി വായിൽ വെച്ചു കൊടുക്കും. അതും ഈ BBTDക്ക് ഒരു കാരണമാണ്. ഈ രാത്രിയിലെ കുപ്പിപ്പാൽ കുടി എന്താ ഇത്ര പ്രശ്നം? നമ്മൾ ഉറങ്ങുമ്പോഴോ ഉമിനീരിന്റെ ഉൽപ്പാദനം സ്വാഭാവികമായിട്ട് കുറയും, അതിന്റെ ഒഴുക്കും കുറയും. ശരി. അപ്പോ കുപ്പി വായിൽ വെച്ച് കുഞ്ഞ് ഉറങ്ങുവാണെങ്കിൽ പല്ലിൽ പറ്റിയിരിക്കുന്ന ആ മധുരം കഴുകിക്കളയാൻ ആവശ്യത്തിന് ഉമിനീരില്ല.
ഇത് ബാക്ടീരിയക്ക് ആസിഡ് ഉണ്ടാക്കാനും പല്ലിനെ കേടുവരുത്താനും ഇഷ്ടം പോലെ സമയം കൊടുക്കും. ഓ, അതാണ് കാര്യം. സാധാരണയായിട്ട് ഇത് മുകളിലത്തെ മുൻനിരയിലെ 4 പല്ലുകളെയാണ് ആദ്യം ബാധിക്കാൻ. കാരണം കുപ്പി വായിൽ വെക്കുമ്പോൾ അവിടെയാണല്ലോ പാല് കൂടുതൽ തങ്ങി നിൽക്കുന്നത്. പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ താഴത്തെ പല്ലുകളിലേക്കും മറ്റു പല്ലുകളിലേക്കും വ്യാപിക്കും. പല്ല് മൊത്തത്തിലങ്ങ് ദ്രവിച്ചു പോകും. ഹോ, ഇതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാ? ഒരുപാടുണ്ട്. പല്ലിൽ ആദ്യം ഒരു വെള്ളപ്പാട പോലെ വരും, പിന്നെ അത് തവിട്ട് നിറമാകും, കറുപ്പ് നിറമാകും, പല്ല് പൊടിഞ്ഞു തുടങ്ങും, കുട്ടിക്ക് വേദന വരും, ഇൻഫെക്ഷനാകും, ഭക്ഷണം ചവയ്ക്കാൻ പറ്റാതാകും. അയ്യോ. ചിലപ്പോൾ ആ പല്ലുകൾ എടുത്തു കളയേണ്ടി വരും, എക്സ്ട്രാക്ഷൻസ്. അങ്ങനെ വന്നാൽ പിന്നെ സ്ഥിരം പല്ല് നിരവറ്റി വരും. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോ ഓർത്തുവെക്കാൻ എളുപ്പമുള്ള ഒരു കാര്യം ഈ പഠനസഹായിയിലുണ്ട്. ഫീഡിങ്ങിന് പാലും ജ്യൂസുമൊക്കെ കൊടുക്കാം, പക്ഷേ ഉറങ്ങാൻ നേരം കുപ്പിയിലോ കപ്പിലോ ശുദ്ധജലം മാത്രം കൊടുക്കുക. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്. അതോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്യാം. ഓരോ തവണ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു വൃത്തിയുള്ള നനഞ്ഞ മൃദുലമായ തുണി കൊണ്ടോ അല്ലെങ്കിൽ വിരലിലിടുന്ന ബേബി ബ്രഷ് ഉണ്ടല്ലോ, അതുകൊണ്ടോ കുഞ്ഞിന്റെ മോണയും പല്ല് മുളച്ചിട്ടുണ്ടെങ്കിൽ അതും പതുക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. ശരി. പിന്നെ പാലിന്റെയോ ജ്യൂസിന്റെയോ കുപ്പിയുമായി ഉറങ്ങാൻ ഒരു കാരണവശാലും സമ്മതിക്കരുത്. ഉറങ്ങാൻ നേരം കുപ്പി വേണമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ അതിൽ വെള്ളം മാത്രം കൊടുക്കുക. ഓക്കെ. പാസിഫയർ, പഞ്ചസാരയിലോ തേനിലോ ഒന്നും മുക്കി കൊടുക്കരുത്. പിന്നെ കുഞ്ഞിനൊരു വയസ്സാകുമ്പോഴേക്കും അല്ലെങ്കിൽ ആദ്യത്തെ പല്ല് വന്നൊരു 6 മാസത്തിനകം ഒരു ഡെന്റിസ്റ്റിനെ ഒന്ന് കാണിക്കുന്നത് നല്ലതാണ്. ആദ്യത്തെ പല്ല് വരുമ്പോ തന്നെ കാണിക്കണോ? കാണിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോന്ന് അറിയാമല്ലോ. അതുപോലെ ഒരു വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുപ്പിപ്പാല് കൂടി നിർത്തിയിട്ട് കപ്പിൽ കുടിക്കാൻ ശീലിപ്പിക്കാൻ ശ്രമിക്കുക. ശരി. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ പ്രതിരോധത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായി. പൊതുവായിട്ട് ഈ പോടുകൾ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആ സുവർണ നിയമങ്ങൾ എന്തൊക്കെയാണ്? അതെ, കുട്ടികളുടെ പല്ല് കേടുവരാതെ സൂക്ഷിക്കാൻ വളരെ സിമ്പിളായ എന്നാൽ നല്ല ഫലപ്രദമായ ചില ശീലങ്ങളുണ്ട്. അതിന് നമുക്ക് സുവർണ നിയമങ്ങളെന്ന് തന്നെ പറയാം. ദിവസവും 2 നേരം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനു ശേഷവും രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപും നിർബന്ധമായും പല്ല് ബ്രഷ് ചെയ്യണം. ഓക്കെ, 2 നേരം. 2. ഒരു 6-7 വയസ്സുവരെയെങ്കിലും കുട്ടികൾ തനിയെ ബ്രഷ് ചെയ്യുമ്പോൾ ഒരു മുതിർന്ന ആൾ അടുത്ത് നിൽക്കണം. അവർ ശരിയായിട്ടാണോ ചെയ്യുന്നത്, എല്ലാ പല്ലും വൃത്തിയാക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. വേണമെങ്കിലൊന്ന് സഹായിക്കുകയും ചെയ്യാം. മേൽനോട്ടം വേണം. അതെ. 3. മധുരം, മിഠായി, ചോക്ലേറ്റ്, പിന്നെ ഈ പല്ലിൽ ഒട്ടിപ്പിടിക്കുന്ന ബിസ്ക്കറ്റ്, ചിപ്സൊക്കെ ഇല്ലേ, അതൊക്കെ കഴിക്കുന്നത് പരമാവധി കുറയ്ക്കുക. കഴിക്കുകയാണെങ്കിൽ ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാം. ഇടയ്ക്കിടെ സ്നാക്സ് ആയിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ശരി. 4. പകരം ആരോഗ്യകരമായ സ്നാക്സ് കൊടുക്കുക. പഴങ്ങൾ, ആപ്പിൾ പോലെ പച്ചക്കറികൾ, ക്യാരറ്റ്, വെള്ളരിക്ക, ചീസ്, നട്ട്സ് ഒക്കെ നല്ലതാണ്. ഓക്കെ. 5. ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഡെന്റിസ്റ്റിനെ ഒന്ന് കാണിക്കുക, ഒരു ചെക്കപ്പിന് വേണ്ടി. പ്രശ്നം വല്ലതുണ്ടെങ്കിൽ തുടക്കത്തിലേ കണ്ടുപിടിക്കാമല്ലോ. അതെ. 6. ഫ്ലൂറൈഡുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണം, കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള പേസ്റ്റ്. ഫ്ലൂറൈഡ്. 7. പിന്നിലെ അണപ്പല്ലുകൾ വരുമല്ലോ, ഒരു 6 വയസ്സിലും 12 വയസ്സിലുമൊക്കെ. ആ പല്ലുകൾക്ക് പോട് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോ ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് അതിൽ സീലന്റ് ഇടുന്നത് പോട് വരാതെ തടയാൻ നല്ലതാണ്. സീലൻസ്, അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം. അപ്പോൾ ഇതിലെ പ്രധാന ആശയം വ്യക്തമാണ്. ഏറ്റവും നല്ല ദന്തസംരക്ഷണം ചികിത്സയല്ല, പ്രതിരോധമാണ്. അതെ, അത് തന്നെയാണ്. പോട് വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അത് വരാതെ നോക്കുന്നത്. എളുപ്പവുമാണ്, ചെലവും കുറവുമാണ്. പൂടുകള് തുടക്കത്തിൽ അറിയാൻ പാടാണെന്ന് പറഞ്ഞല്ലോ. സൈലന്റായിട്ടാണത് വളരുന്നത്. അപ്പോൾ രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ ഈ കേൾക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക്, ടീച്ചർമാർക്ക് ഒക്കെ ഇത് നേരത്തെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എന്തെങ്കിലും സൂചനകൾ? ശരിയാണ്. മിക്കവാറും തുടക്കത്തിൽ ഒരു ലക്ഷണവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ് വേണമെന്ന് പറയുന്നത്. എന്നാലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. എന്തൊക്കെയാണത്? 1. പല്ലിൽ എവിടെയെങ്കിലും ചോക്ക് പോലെ വെളുത്ത ഒരു പാട് കാണുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഒരു മങ്ങിയ തവിട്ട് നിറത്തിലുള്ള പാട്. ഇത് ഇനാമൽ കേടുവന്നു തുടങ്ങുന്നതിന്റെ ആദ്യത്തെ ലക്ഷണമാകാം. എയർലി കാരീസ് എന്ന് പറയും. വെളുത്ത പാടുകൾ. അതെ. പിന്നെ പല്ലിന്റെ മുകളിൽ, പ്രത്യേകിച്ച് ചവയ്ക്കുന്ന ഭാഗത്ത് ചെറിയ കുഴികൾ, പിറ്റ്സ് അല്ലെങ്കിൽ ദ്വാരങ്ങൾ, ഹോൾസ് കാണുന്നുണ്ടോ? ഓക്കെ. കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് കടിക്കുമ്പോൾ വേദനയുണ്ടെന്ന് ഇടയ്ക്കിടെ പറയുന്നുണ്ടോ?
തണുത്തതോ ചൂടുള്ളതോ മധുരമുള്ളതോ കഴിക്കുമ്പോൾ പല്ലിന് പുളിപ്പ് സെൻസിറ്റിവിറ്റി തോന്നുന്നു എന്ന് പറയുന്നുണ്ടോ? അതും ശ്രദ്ധിക്കണം. പിന്നെ ചിലപ്പോൾ പല്ലിന്റെ അടുത്തുള്ള മോണ ഇടയ്ക്ക് നീര് വെക്കാറുണ്ടോ? അല്ലെങ്കിൽ വായിൽ നിന്ന് ഒരു വല്ലാത്ത മണം, ബാഡ് ബ്രെത്ത് വരുന്നുണ്ടോ? ഇതും ചിലപ്പോൾ പോടിന്റെ ലക്ഷണമായിരിക്കാം. ശരി, ഡെന്റിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോഴോ അവരെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഡെന്റിസ്റ്റ് ആദ്യം ഒരു ചെറിയ കണ്ണാടിയും പിന്നെ കൂർത്ത മുനയുള്ളൊരു ഉപകരണം എക്സ്പ്ലോറർ വെച്ച് പല്ലു മൊത്തം നന്നായി പരിശോധിക്കും. ഇതിലൂടെ നേരിട്ട് കാണാൻ പറ്റുന്ന പോടുകൾ മനസ്സിലാകും. ഓക്കെ. എന്നാൽ പല്ലുകളുടെ ഇടയിലുള്ള പോടുകൾ അല്ലെങ്കിൽ പുറമേന്നു നോക്കിയാൽ കാണാത്ത ഇനാമലിന്റെ അടിയിൽ തുടങ്ങുന്ന പോടുകൾ ഉണ്ടാകാം. അതുപോലെ പല്ലിന്റെ വേരിന് ചുറ്റുമുള്ള എല്ലിന് വല്ല പ്രശ്നവുമുണ്ടോ എന്നൊക്കെ അറിയാൻ ചിലപ്പോൾ ഡെന്റൽ എക്സ്റേസ്, റേഡിയോഗ്രാഫ്സ് എടുക്കേണ്ടി വരും. എക്സ്റേ, അത് കേൾക്കുമ്പോൾ പലർക്കൊരു പേടിയുണ്ട്. റേഡിയേഷൻ കുട്ടികൾക്ക് പ്രശ്നമല്ലേ? അത് സാധാരണയായി എല്ലാവർക്കുമുള്ളൊരു സംശയമാണ്. പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ എക്സ്റേ സിസ്റ്റംസ്, ഉദാഹരണത്തിന് RVG, റേഡിയോവിസിയോഗ്രാഫി എന്നൊക്കെ പറയുന്നത് വളരെ വളരെ കുറഞ്ഞ അളവിലുള്ള റേഡിയേഷനെ ഉപയോഗിക്കുന്നുള്ളൂ. ഓഹോ. പണ്ടത്തെ ഫിലിം എക്സ്റേ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 80-90% വരെ റേഡിയേഷൻ കുറവാണ്. അത്രയും കുറവോ? അതെ. പോരാത്തതിന് എക്സ്റേ എടുക്കുമ്പോൾ കുട്ടികളെ ഒരു ലെഡ് ഏപ്രൺ ധരിക്കും. അത് ശരീരത്തിൽ റേഡിയേഷൻ പതിക്കുന്നത് തടയും. കഴുത്തിലെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് സംരക്ഷണം കൊടുക്കാൻ ഒരു തൈറോയ്ഡ് കോളറും ഉണ്ടാവും. ശരി. കുട്ടികളുടെ ദന്തരോഗ വിദഗ്ധർ, പെഡോഡോണ്ടിസ്റ്റ്, വളരെ അത്യാവശ്യമുള്ള കേസിൽ മാത്രമേ എക്സ്റേ എടുക്കാൻ പറയുകയുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് പേടിക്കേണ്ട. നേരത്തെ പ്രതിരോധ മാർഗങ്ങളിൽ ഈ സീലൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതൊരു സംരക്ഷണ കവചം പോലെയാണെന്ന്, അതെന്താണെന്ന് കുറച്ചുകൂടി ഒന്ന് പറയാമോ? മുകൾ ഭാഗം, അതായത് ചവയ്ക്കുന്ന പ്രതലം, ചൂയിങ് സർഫേസസ്, ശ്രദ്ധിച്ചാൽ കാണാം നിറയെ ചെറിയ വരകളും കുഴികളുമായിരിക്കും. ശരിയാണ്. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ബ്രഷിന്റെ നാരുകൾക്ക് ഈ കുഴികളുടെയൊക്കെ ഏറ്റവും അടിയിലെത്താൻ പറ്റില്ല. അപ്പോൾ അവിടെ ഭക്ഷണത്തിന്റെ അംശങ്ങളും അണുക്കളുമൊക്കെ അടിഞ്ഞുകൂടും. അവിടെ സ്ഥിരമായിട്ട് ആസിഡ് ഉണ്ടായി പോട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. ഇവിടെയാണ് സീലന്റുകൾ സഹായിക്കുന്നത്. സീലന്റ് എന്ന് പറയുന്നത് പല്ലിന്റെ അതേ നിറത്തിലുള്ള അല്ലെങ്കിൽ ചെറിയൊരു നിറവ്യത്യാസമുള്ള ഒരുതരം പ്ലാസ്റ്റിക് പോലത്തെ ഒരു ദ്രാവകമാണ്. തിൻ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ്. പ്ലാസ്റ്റിക് കോട്ടിങ്ങോ ഏർത്ത കോട്ടിംഗ്. ഡെന്റിസ്റ്റ് ഈ ദ്രാവകം അണപ്പല്ലിന്റെ മുകളിലേക്ക് ഒഴിച്ച് ഒരു പ്രത്യേക ലൈറ്റ് അടിച്ച് അതിനെ ഉറപ്പിക്കും. അപ്പോ ആ കുഴികളെല്ലാം ഭംഗിയായി അടഞ്ഞുകിട്ടും. സീൽ. മനസ്സിലായി. അതോടെ പിന്നെ ഭക്ഷണവും അണുക്കളുമൊന്നും ആ കുഴികളിൽ പോയി അടിഞ്ഞുകൂടില്ല. അങ്ങനെ ആ ഭാഗത്ത് പോട് വരുന്നത് ഒരു വലിയ പരിധിവരെ തടയാൻ പറ്റും. ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഇതിന് വേദനയുണ്ടാവുമോ? ഇല്ല. ഇതിന് പല്ല് തുളയ്ക്കുകയോ ഡ്രില്ലിംഗ് ഒന്നും വേണ്ട. വെറുതെ പല്ല് വൃത്തിയാക്കി ഈ മരുന്നൊഴിച്ച് ലൈറ്റ് അടിക്കുകയേ വേണ്ടൂ. വേദനയില്ലാത്ത ഒരു പ്രൊസീജിയറാണ്. ഒരു വിസിറ്റിൽ തന്നെ ചെയ്യാൻ പറ്റും. നല്ല സേഫുമാണ്. ഇത്രത്തോളം ഫലപ്രദമാണ്. പഠനങ്ങൾ പറയുന്നത് ഈ ചവയ്ക്കുന്ന പ്രതലത്തിൽ വരുന്ന 80-90% വരെയുള്ള പോടുകളും തടയാൻ സീലന്റിന് കഴിയും എന്നാണ്. കൊള്ളാം. ഇത് സാധാരണയായി ഒരു 3 മുതൽ 5 വർഷം വരെയൊക്കെ നിലനിൽക്കും. പിന്നെ റെഗുലർ ചെക്കപ്പിന് വരുമ്പോൾ അത് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്യാം. ഇത് എപ്പോഴാ ചെയ്യേണ്ടത്? സാധാരണയായിട്ട് കുട്ടികൾക്ക് 6 വയസ്സാവുമ്പോൾ ആദ്യത്തെ സ്ഥിരം അണപ്പല്ല് വരും. അപ്പോ അത് മുളച്ചു കഴിഞ്ഞ ഉടനെയും പിന്നെ ഒരു 12 വയസ്സിൽ രണ്ടാമത്തെ സ്ഥിരം അണപ്പല്ല് വരുമ്പോഴും അതുപോലെ ഇടയിലുള്ള പ്രീമോളാർ പല്ലുകൾ വരുമ്പോഴുമൊക്കെ അത് മുളച്ച് അധികം വൈകാതെ സീലന്റ് ഇടുന്നത് നല്ലതാണ്. ഓക്കെ. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ, IDA, അമേരിക്കൻ ഡെന്റൽ അസോസിയേഷൻ, ADA പോലുള്ള സംഘടനകളെല്ലാം ഇത് ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, കൈപ്പുസ്തകത്തിൽ പറയുന്ന പോലെ പോട് വരുന്നതിന് മുൻപാണ് സീലന്റ് ഇടേണ്ടത്. പോട് വന്നതിന് ശേഷമുള്ള ചികിത്സയല്ല ഇത്. അതെ, അതൊരു പ്രിവെൻഷനാണ്, പ്രതിരോധമാണ്. പ്രതിരോധത്തിൽ പറഞ്ഞ മറ്റൊരു പ്രധാനിയാണ് ഫ്ലൂറൈഡ്. എന്താണ് ഈ ഫ്ലൂറൈഡിന്റെ റോള്? ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് ഒരു പ്രകൃതിദത്തമായ മിനറലാണ്. നമ്മുടെ വെള്ളത്തിലും മണ്ണിലുമൊക്കെ ഇത് ചെറിയ അളവിലുണ്ട്. പല്ലിന്റെ ആരോഗ്യത്തിന് ഫ്ലൂറൈഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെയാണ് സഹായിക്കുന്നത്? പ്രധാനമായിട്ടും 2 രീതിയിൽ. ഒന്ന്, ഇത് പല്ലിന്റെ പുറമേയുള്ള ഇനാമലിനെ ശക്തിപ്പെടുത്തും. ഫ്ലൂറൈഡ് ഇനാമലുമായി ചേരുമ്പോൾ അത് ആസിഡിനെ പ്രതിരോധിക്കാൻ കൂടുതൽ കഴിവുള്ളതായി മാറും. ഓക്കെ. 2, പോട് തുടങ്ങുന്ന സമയത്ത് ഇനാമലിൽ നിന്ന് മിനറൽസ് നഷ്ടപ്പെടുമല്ലോ. നമ്മൾ ഡീമിനറലൈസേഷൻ എന്ന് പറഞ്ഞില്ലേ,
ആ ആ നഷ്ടപ്പെട്ട മിനറൽസിനെ തിരികെ കൊടുത്ത് ആ ഭാഗത്തെ വീണ്ടും ശക്തിപ്പെടുത്താൻ റീമിനറലൈസേഷൻ ഫ്ലൂറൈഡിന് കഴിയും. അതായത് വളരെ ചെറിയ കേടുപാടുകളെ ഒരു പരിധിവരെ റിപ്പയർ ചെയ്യാൻ പറ്റും. കൊള്ളാം. ഇതെവിടെ നിന്നൊക്കെയാ കിട്ടുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിൽ നിന്ന്. ഫ്ലൂറൈഡ് ചേർന്ന ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത് വളരെ പ്രധാനമാണ്. ശരി. പിന്നെ ഡെന്റിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്ന ഫ്ലൂറൈഡ് മൗത്ത് വാഷുകളുണ്ട്. പക്ഷെ അത് വായ കഴുകി തുപ്പാൻ അറിയുന്ന കുട്ടികൾക്ക്, അതായത് ഒരു 6 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ കൊടുക്കാവൂ. അതുപോലെ പോട് വരാൻ സാധ്യത കൂടുതലുള്ള കുട്ടികൾക്ക് ഡെന്റിസ്റ്റ് ക്ലിനിക്കിൽ വെച്ച് നേരിട്ട് പല്ലിൽ തേച്ചു പിടിപ്പിക്കുന്ന ഫ്ലൂറൈഡ് വാർണിഷോ ജെല്ലോ ഉണ്ട്. അതിൽ കുറച്ചുകൂടി കൂടിയ അളവിൽ ഫ്ലൂറൈഡ് ഉണ്ടാവും. എന്നാൽ ഫ്ലൂറൈഡ് അധികമായാലും പ്രശ്നമുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ശരിയാണ്. അതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. ഫ്ലൂറൈഡ് ആവശ്യത്തിന് കിട്ടുന്നത് നല്ലതാണ്, പക്ഷേ അളവ് കൂടിയാൽ അത് ഡെന്റൽ ഫ്ലൂറോസിസ് എന്ന അവസ്ഥയ്ക്ക് കാരണമാകും. ഡെന്റൽ ഫ്ലൂറോസിസ്. അതെ, അത് പല്ലിന്റെ ഇനാമിലിൽ വെളുത്ത പാടുകളോ ചിലപ്പോൾ മഞ്ഞയോ തവിട്ട് നിറത്തിലുള്ളതോ ആയ പാടുകളോ ഉണ്ടാക്കും. ചിലപ്പോൾ പല്ലിന്റെ ഷേപ്പിനെ വരെ ബാധിക്കാം. ഓഹോ, അപ്പോ എന്തു ചെയ്യണം? രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ടൂത്ത് പേസ്റ്റിന്റെ അളവാണ്. 3 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെങ്കിൽ പല്ല് മുളച്ചാൽ 1 അരിമണിയുടെ അത്രയും പേസ്റ്റ് മതി. 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 1 പയറുമണിയുടെ അളവിലും പേസ്റ്റ് എടുത്താൽ മതി. വളരെ കുറച്ചു മതിയല്ലേ? അതെ. പിന്നെ കുട്ടികൾ ബ്രഷ് ചെയ്യുമ്പോൾ എപ്പോഴും കൂടെ നിൽക്കണം. അവര് പേസ്റ്റ് വിഴുങ്ങുന്നില്ല, നന്നായി തുപ്പിക്കളയുന്നുണ്ട് എന്നൊക്കെ ഉറപ്പാക്കണം. ശരി. ഡെന്റിസ്റ്റ് പ്രത്യേകം പറഞ്ഞാലല്ലാതെ ഫ്ലൂറൈഡ് ഡ്രോപ്സോ ടാബ്ലറ്റോ ഒന്നും അധികമായി വാങ്ങിക്കൊടുക്കരുത്. ഓക്കെ. പിന്നെ ഇന്ത്യയില് ചില സ്ഥലങ്ങളിലെ കുടിവെള്ളത്തിൽ തന്നെ ആവശ്യത്തിലധികം ഫ്ലൂറൈഡ് ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫ്ലൂറൈഡ് പേസ്റ്റ് പോലും സൂക്ഷിച്ചുപയോഗിക്കണം. അധികമുള്ള സപ്ലിമെന്റുകൾ ഒഴിവാക്കണം. അതെങ്ങനെ അറിയാൻ പറ്റും? അത് അതാത് പ്രദേശത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായോ വാട്ടർ അതോറിറ്റിയുമായോ ബന്ധപ്പെട്ടാൽ അറിയാൻ പറ്റും. ശരി. ഇനി ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടും ഒരു കുട്ടിക്ക് പോട് വന്നു. അപ്പോ എന്താണ് ചികിത്സ? എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോ വരാം. അങ്ങനെ വന്നാൽ പിന്നെ വെച്ചു താമസിപ്പിക്കരുത്. എത്രയും പെട്ടെന്ന് ചികിത്സയെടുക്കണം, വേദനയോ ഇൻഫെക്ഷനോ ആകുന്നതിനു മുൻപ്. ഓക്കെ. എന്താണ് ചികിത്സ? ആദ്യം ഡെന്റിസ്റ്റ് പോട് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കും. നേരിട്ട് നോക്കിയും ചിലപ്പോ എക്സ്റേ എടുത്തുമൊക്കെ. ശരി. എന്നിട്ടാണ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക. പോട് ഇനാമിലോ അല്ലെങ്കിൽ ഡെന്റിന്റെ മുകൾ ഭാഗത്തോ ഒക്കെ ആണെങ്കിൽ സാധാരണയായി പല്ലടയ്ക്കുകയാണ് ചെയ്യുക. ഫില്ലിംഗ് റെസ്റ്റോറേഷൻ. ഫില്ലിംഗ്? അതെ. ആദ്യം പോട് വന്ന ഭാഗം മെഷീൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തു മാറ്റും. എന്നിട്ട് ആ ഭാഗത്തൊരു ഫില്ലിംഗ് മെറ്റീരിയൽ വെച്ച് അടയ്ക്കും. പലതരം മെറ്റീരിയൽസ് ഉണ്ട്. എന്തൊക്കെയാണത്? പാൽപ്പല്ലുകൾക്ക് സാധാരണ ഗ്ലാസ് അയോണോമർ സിമന്റ് GIC ആണ് കൂടുതൽ ഉപയോഗിക്കുക. അത് പല്ലുമായിട്ട് നന്നായി ഒട്ടിച്ചേരും. ഫ്ലൂറൈഡ് പുറത്തുവിട്ട് പല്ലിന് സംരക്ഷണം കൊടുക്കും. പിന്നെ പല്ലിന്റെ അതേ നിറത്തിലുള്ള കോമ്പോസൈറ്റ് റെസിൻ ഉണ്ട്. അത് മുൻപല്ലുകൾക്കൊക്കെ ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കും. പിന്നെ പഴയ സിൽവർ ഫില്ലിംഗ് ഉണ്ട്. നല്ല ഉറപ്പുള്ളതാണ്, പക്ഷേ നിറം ഒരു പ്രശ്നമാണ്. ശരി. പിന്നെ കോംപോമർ എന്നൊരു മെറ്റീരിയലും കുട്ടികൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഏതാണ് നല്ലതെന്ന് ഡോക്ടർ തീരുമാനിക്കും. ഇതിന് വേദനയുണ്ടാവോ അടയ്ക്കുമ്പോൾ? സാധാരണയായി ആ ഭാഗം മരവിപ്പിച്ചിട്ടാണ് ലോക്കൽ അനസ്തീഷ്യ ഇതൊക്കെ ചെയ്യുക. അതുകൊണ്ട് കുട്ടിക്ക് വേദന അറിയില്ല. പേടിക്കേണ്ട കാര്യമില്ല. സാധാരണ മുതിർന്നവരുടെ പല്ലിൽ റൂട്ട് കനാൽ ചെയ്യാറുണ്ടല്ലോ. കുട്ടികളുടെ പല്ലിൽ, പ്രത്യേകിച്ച് ഈ പാൽപ്പല്ലിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരുമോ? വരും, തീർച്ചയായും വരും. പോടി ഇനാമലും ഡെന്റിനും കടന്ന് പൾപ്പ് വരെ എത്തിയാൽ, അതായത് ഞരമ്പ് വരെ എത്തിയാൽ, പാൽപ്പല്ലാണെങ്കിലും പോലും റൂട്ട് കനാൽ വേണ്ടിവരും. കുട്ടികളുടെ കാര്യത്തിൽ ഇതിനെ പൾപ്പ് തെറാപ്പി എന്നും പറയാറുണ്ട്. പാൽപ്പല്ലിൽ എന്തിനാ റൂട്ട് കനാൽ? അത് കുറച്ചുകാലം കഴിഞ്ഞാൽ പോവൂലേ? അതാണ് നേരത്തെ പറഞ്ഞത്. ഓരോ പാൽപ്പല്ലിനും അതിന്റെ സ്ഥാനത്തൊരു പ്രധാന റോളുണ്ട്. താഴെ വരുന്ന സ്ഥിരം പല്ലിന് ശരിയായ വഴി കാണിച്ചു കൊടുക്കുക എന്നത്. ശരിയാണ്. അപ്പോ ഈ ഇൻഫെക്ഷൻ വന്ന് പാൽപ്പല്ലിനെ റൂട്ട് കനാൽ ചെയ്ത് സംരക്ഷിച്ചു നിർത്തിയാല് അത് തനിയെ പോകേണ്ട സമയം വരെ അവിടെ നിൽക്കും. സ്ഥിരം പല്ലിന് നേരെ വരാൻ സ്ഥലമുണ്ടാകും. അല്ലെങ്കിൽ നേരത്തെ പറിക്കേണ്ടി വന്നാലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോ റൂട്ട് കനാൽ ചെയ്യേണ്ട അവസ്ഥയാണെന്ന് എങ്ങനെ മനസ്സിലാകും? ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നല്ല കടുത്ത പല്ലുവേദന, പ്രത്യേകിച്ച് രാത്രിയിൽ വേദന കൂടുക. ഓക്കെ. ചൂടോ തണുപ്പോ തട്ടുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദന.
ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴും വേദന വരാം. പല്ലിന്റെ അടുത്തുള്ള മോണ വീർത്തിരിക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു കുരു ഗം ബോയിൽ പോലെ വന്ന് പഴുപ്പ് വരിക. അയ്യോ. ചിലപ്പോൾ വേദന ചെവിയിലേക്കും തലയിലേക്കുമൊക്കെ പോകുന്ന പോലെ തോന്നാം. ഇതൊക്കെ ഇൻഫെക്ഷൻ പൾപ്പിലെത്തി എന്നതിന്റെ ലക്ഷണമാകാം. ഇതിന്റെ ചികിത്സ എങ്ങനെയാണ്? റൂട്ട് കനാല് ചെയ്യുന്ന പോലെ തന്നെയാണ് ഏകദേശം. ആദ്യം ലോക്കൽ അനസ്തേഷ്യ കൊടുത്ത് മരവിപ്പിക്കും. പിന്നെ ഇൻഫെക്ഷനായ പൾപ്പ് മുഴുവൻ എടുത്തു മാറ്റി പല്ലിന്റെ വേരിന്റെ ഉള്ളിലുള്ള കനാലുകൾ, റൂട്ട് കനാൽസ്, വൃത്തിയാക്കി മരുന്ന് വെച്ച് അടയ്ക്കും. സീൽ. ശരി. റൂട്ട് കനാൽ കഴിഞ്ഞ പല്ലിന് സാധാരണയായി ബലം കുറവായിരിക്കും. അപ്പൊ അത് പൊട്ടിപ്പോകാതിരിക്കാൻ അതിന്റെ മുകളിൽ ഒരു ക്യാപ്പ് അഥവാ ക്രൗൺ ഇടും. ക്യാപ്പ് ഇടുന്നത് നിർബന്ധമാണോ? പാൽപ്പല്ലുകളിൽ മിക്കവാറും ഇടാറുണ്ട്. കാരണം അതിന് സംരക്ഷണം വേണം, അല്ലെങ്കിൽ എളുപ്പം പൊട്ടിപ്പോകും. കുട്ടികൾക്ക് സാധാരണ സ്റ്റീൽ കളറിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗണുകളാണ് ഉപയോഗിക്കുന്നത്. അത് നല്ല സ്ട്രോങ് ആണ്, സേഫ് ആണ്, ചെലവും കുറവാണ്. ഓക്കെ. ഈ ക്യാപ്പ് ആ പല്ല് തനിയെ കൊഴിയുന്നതുവരെ അവിടെ ഇരുന്ന് അതിനെ സംരക്ഷിക്കും. അപ്പോ ഇതിലെ പ്രധാന കാര്യം ഓർക്കുക, റൂട്ട് കനാൽ ചെയ്ത് പാൽപ്പല്ല് സംരക്ഷിക്കുന്നത് ഭാവിയിൽ സ്ഥിരം പല്ല് നിര തെറ്റാതെ വരാൻ സഹായിക്കും. അതെ, അത് വളരെ പ്രധാനമാണ്. പാൽ പല്ലാണെന്ന് പറഞ്ഞ് നിസ്സാരമാക്കരുത്. പല്ലിന്റെ കാര്യം പറഞ്ഞ പോലെ മോണയുടെ ആരോഗ്യവും പ്രധാനമാണല്ലോ. കുട്ടികളിൽ മോണരോഗങ്ങൾ ജിഞ്ചിവൈറ്റിസ് സാധാരണമാണോ? അതോ മുതിർന്നവരുടെ പ്രശ്നമാണോ അത്? അല്ലല്ല, കുട്ടികളിലും മോണരോഗം വരാം. മുതിർന്നവരിൽ കാണുന്ന അത്ര തീവ്രമായ പെരിയോഡോണ്ടൈറ്റിസ് പോലുള്ള രോഗങ്ങൾ കുട്ടികളിൽ കുറവാണെങ്കിലും മോണരോഗത്തിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് ജിഞ്ചിവൈറ്റിസ് അത് കുട്ടികളിൽ വളരെ കോമൺ ആണ്. ജിഞ്ചിവൈറ്റിസ് അതെന്താണ്? അതായത് മോണയ്ക്കൊരു ചെറിയ വീക്കം, മൈൽഡ് ഗം ഇൻഫ്ലമേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാക്ക് ഇല്ലേ, പ്ലാക്ക്. അത് പല്ലിനോട് ചേർന്ന് മോണയുടെ സൈഡിലിങ്ങനെ അടിഞ്ഞുകൂടുമ്പോൾ അതിലെ ബാക്ടീരിയ ഉണ്ടാക്കുന്ന വിഷവസ്തുക്കൾ കാരണം മോണയ്ക്കൊരു ഇറിറ്റേഷൻ വരും. അതാണ് ജിഞ്ചിവൈറ്റിസ്. അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ? മോണ കുറച്ച് ചുവന്നിരിക്കും, കുറച്ചൊന്ന് വീർത്തിരിക്കും, തൊട്ടാല് സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഏറ്റവും പ്രധാന ലക്ഷണം, ബ്രഷ് ചെയ്യുമ്പോൾ മോണയിന്ന് ചോര വരും. ഓ, ബ്ലീഡിംഗ്. അതെ, ബ്ലീഡിംഗ് ഗംസ്. ഇതിനെന്താ ചികിത്സ? ചികിത്സയും പ്രതിരോധവും ഒന്നുതന്നെ. നന്നായി ബ്രഷ് ചെയ്ത് പ്ലാക്ക് കളയുക. ദിവസവും 2 നേരം. പല്ലിനിടയിൽ ഫ്ലോസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. പിന്നെ 6 മാസം കൂടുമ്പോൾ ഡോക്ടറെ കണ്ട് ക്ലീൻ ചെയ്യുക. ചോര വരുമ്പോഴും ബ്രഷ് ചെയ്യണോ? പേടിയാവില്ലേ? അതാണ് പലരും ചെയ്യുന്ന തെറ്റ്. ചോര വരുമ്പോൾ അവിടെ ബ്രഷ് ചെയ്യാതിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ചോര വന്നാലും പേടിക്കാതെ സോഫ്റ്റ് ബ്രഷ് വെച്ച് പതുക്കെ ആ ഭാഗം വൃത്തിയാക്കണം. പ്ലാക്ക് പോകുമ്പോൾ 1-2 ദിവസം കൊണ്ട് ആ ബ്ലീഡിംഗ് തനിയേ നിന്നോളും. മോണ ഹെൽത്തിയാവും. ശരി ശരി. ഒരു കണക്ക് പറയുന്നത് ഏകദേശം 80-90% കുട്ടികൾക്കും എപ്പോഴെങ്കിലും ഈ ജിഞ്ചിവൈറ്റിസ് വന്നിട്ടുണ്ടാവുമെന്നാണ്. പക്ഷെ നല്ല കാര്യം എന്താച്ചാൽ ഇത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന റിവേഴ്സിബിൾ ഒരു അവസ്ഥയാണ്. അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. ഇല്ല. പക്ഷേ ഈ ജിഞ്ചിവൈറ്റിസ് ശ്രദ്ധിക്കാതെ, വായ വൃത്തിയായി സൂക്ഷിക്കാതെ കുറേ കാലം മുന്നോട്ടു പോയാൽ അത് ചിലപ്പോൾ കുറച്ചുകൂടി ഗൗരവമുള്ള പെരിയോഡോണ്ടൽ ഡിസീസ് എന്ന അവസ്ഥയിലേക്ക് മാറാം. ഓ. ഇത് കുട്ടികളിൽ അത്ര സാധാരണമല്ല, പക്ഷേ ചില കൗമാരക്കാരിലൊക്കെ കാണാറുണ്ട്. ഇവിടെ ഇൻഫെക്ഷൻ മോണയിൽ നിന്ന് താഴേക്കിറങ്ങി പല്ലിനെ താങ്ങി നിർത്തുന്ന എല്ലിനെയും മറ്റും ബാധിക്കാൻ തുടങ്ങും. അയ്യോ, അപ്പൊ പല്ലിന് ഇളക്കം തൊട്ടുവോ? അതെ, പല്ലിനിളക്കം വരാം. അവസാനം പല്ല് നഷ്ടപ്പെടാൻ വരെ കാരണമാകാം. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മോണ നന്നായി ചുവന്ന് വീർത്തിരിക്കും. തൊട്ടാൽ വേദനയുണ്ടാകും. എപ്പോഴും ചോര വരും. ചിലപ്പോ പഴുപ്പ് വരാം. വായിൽ നല്ല ദുർഗന്ധമുണ്ടാകും. പല്ലിനിളക്കം തോന്നും. ചിലപ്പോ മോണയിറങ്ങി പല്ലിന്റെ വേര് പുറത്തു കാണുന്ന അവസ്ഥ, എക്സ്പോസ് ടൂത്ത് റൂട്ട്സ് വരും. ഹോ, ഇതിന് ചികിത്സയുണ്ടോ? ഉണ്ട്, പക്ഷേ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഡീപ്പ് ക്ലീനിങ് ആൻഡ് സ്കെയിലിംഗ്, റൂട്ട് പ്ലേനിംഗ് ഒക്കെ വേണ്ടിവരും. ചിലപ്പോൾ ആന്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വരും. വിറ്റമിൻ സി, ഫോളിക് ആസിഡ് സപ്ലിമെന്റ്സ്, വിറ്റമിൻ സി ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റ്സ് ഒക്കെ ചിലപ്പോൾ നിർദ്ദേശിക്കാറുണ്ട്. ഒരു കാര്യം കൂടി പറയാം. പ്രമേഹം, ഡയബറ്റീസ്, ആസ്തമ, പോഷകാഹാരക്കുറവ്, മാൽന്യൂട്രീഷൻ, അപസ്മാരം, എപ്പിലിപ്സി, സെറിബ്രൽ പാൾസി ഇങ്ങനെയുള്ള ചില അസുഖങ്ങളുള്ള കുട്ടികൾക്ക് മോണരോഗം വരാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം. ശരി. അപ്പോ പല്ലിലെ പോട്, പാൽപ്പല്ലിന്റെ പ്രാധാന്യം, പ്രതിരോധം, ചികിത്സ, മോണരോഗം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊന്ന് സംസാരിച്ചു.
ഇതിൽ നിന്ന് ഓർത്തു വെക്കേണ്ട പ്രധാന പോയിന്റ്സ് നമുക്കൊന്ന് ചുരുക്കി പറയാം. പറയാം. 1. പല്ലിലെ പോട് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അത് ഇനാമലിനെ നശിപ്പിക്കും, ശ്രദ്ധിച്ചില്ലെങ്കിൽ വേദനയും മറ്റ് പ്രശ്നങ്ങളുമുണ്ടാക്കും. 2. കുഞ്ഞുങ്ങൾ രാത്രിയിൽ മധുരമുള്ള പാൽക്കുപ്പിയുമായി ഉറങ്ങുന്നത് BBDDക്ക് കാരണമാകും. അത് വളരെ ഗൗരവമുള്ളതാണ്. 3. കുട്ടി ജനിക്കുമ്പോൾ മുതൽ വായുടെ ശുചിത്വം ശ്രദ്ധിക്കണം. പ്രതിരോധമാണ് ഏറ്റവും നല്ല ചികിത്സ. അതെ. 4. 6 മാസം കൂടുമ്പോൾ ഡെന്റൽ ചെക്കപ്പ് വേണം. ആവശ്യമെങ്കിൽ അണപ്പല്ലിൽ സീലന്റ് ഇടുന്നത് പോട് തടയാൻ നല്ലതാണ്. 5. ഫ്ലൂറൈഡ് ടൂത്ത്പേസ്റ്റ് നല്ലതാണ്, പക്ഷേ അളവ് കൂടരുത്. പയർമണിയുടെ അളവിൽ മതി. 6. പാൽപ്പല്ലിലെ പോട് നിസ്സാരമാക്കരുത്. ഫില്ലിങ്ങോ റൂട്ട് കനാലോ ചെയ്ത് അതിനെ സംരക്ഷിക്കണം. അത് സ്ഥിരം പല്ലിനു വേണ്ടിയാണ്. ശരിയാണ്. അവസാനമായി നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ആരോഗ്യമുള്ള പല്ലുകൾ നല്ല ചിരിക്കും, നല്ല സംസാരത്തിനും ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കാനും അതുവഴി കുട്ടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വളർച്ചയ്ക്കും അത്യാവശ്യമാണ്. തീർച്ചയായും. ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ നാട്ടിലെ ഓരോ കുട്ടിയുടെയും ചിരി ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിൽ നിങ്ങൾ ഓരോരുത്തർക്കും, നിങ്ങളൊരു ആരോഗ്യ പ്രവർത്തകനോ ടീച്ചറോ അങ്കണവാടി പ്രവർത്തകയോ ആശാവർക്കറോ അല്ലെങ്കിൽ ഒരു രക്ഷിതാവോ ആകട്ടെ, നിങ്ങൾക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ പറ്റും. ശരിയാണ്. ഇന്ന് നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഈ ലളിതമായ അറിവുകൾ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരുമായി, നിങ്ങൾ കാണുന്ന കുട്ടികളുടെ അച്ഛനമ്മമാരുമായി, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരുമായി ഒന്ന് ഷെയർ ചെയ്യുന്നത് പോലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ സേവനം എളുപ്പത്തിൽ കിട്ടാത്ത നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഈ അറിവ് പകർന്നു കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കുട്ടികളുടെ ദന്താരോഗ്യത്തിന്റെ നല്ലൊരു അംബാസഡറാകാൻ സാധിക്കും. നമ്മുടെ കുട്ടികളുടെ വായുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഈ ശ്രമത്തിൽ നിങ്ങളുടെ പങ്ക് എന്തായിരിക്കുമെന്ന് ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണത്. കുട്ടികളുടെ പല്ലിലെ പോട് എന്ന വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ഈ വിശദമായ സംഭാഷണം ഇവിടെ നിർത്തുകയാണ്. ഈ പരമ്പരയിലെ അടുത്ത വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.